കേരള രാഷ്ട്രീയത്തിലെ വിടുവായന്മാരെ കാട്ടിത്തരാം. വെറും വിടുവായന്മാരല്ല, ദുരന്തമുഖത്ത് പോലും ജനങ്ങളെ യാതൊരു തരത്തിലുള്ള മനസാക്ഷിയില്ലാതെ സഹായിക്കുന്നവരെ പോലും പരിഹസിക്കുന്ന, എന്നാൽ ആ ദുരന്തബാധിതരെ ചൂണ്ടിക്കാട്ടി പണം പിരിച്ചെടുത്ത് പുട്ടടിച്ചതിന് ശേഷം അവരെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവർ, അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയവരെ, കഠിനാധ്വാനം നടത്തിയവരെ ഇന്നലകളിൽ കേരളത്തിന്റെ വിടുവായന്മാർ പരിഹസിച്ചിരുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കണം, ചില പ്രതികരണങ്ങൾ കാട്ടിത്തരാം. മനസാക്ഷിയില്ലാതെ കൽപ്പറ്റയിൽ ടൗൺഷിപ്പിന്റെ പണി ആരംഭിച്ച സന്ദർഭത്തിൽ കേരളത്തിലെ യൂത്ത് വിടുവായന്മാർ പണം പിരിച്ച് 5 സ്റ്റാർ ഹോട്ടലുകളിൽ വ്യഭിചാരവും നടത്തിക്കൊണ്ട് നടന്ന് ചെയ്യുന്നവരെ ആക്ഷേപിച്ചിരുന്നത് എങ്ങനെയെന്ന് ഒന്ന് കണ്ടേ. ഈ കൊടുത്ത ഡിവൈഎഫ്ഐ കൊടുത്ത 20 കോടി ഉണ്ടല്ലോ, അത് മറ്റൊരു തരത്തിൽ പാർട്ടി അക്കൗണ്ടിലേക്ക് 40-50 കോടിയായിട്ട് തിരിച്ചു വരുമെന്നുള്ള ആരോപണം ആണിന്ന് നിലവിലുള്ളത്. അത് ഞങ്ങൾ വീണ്ടും ഉന്നയിക്കും. ദുരിതാശ്വാസ നിധിയിലേക്ക് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല 1 മാസത്തെ ശമ്പളം നൽകുന്നു ഇപ്പൊ അറിയിച്ചിട്ടുണ്ട്. സർക്കാരിന് കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പാർട്ടിക്ക് തന്നെ അതിന്റേതായ ഫോറം ഉണ്ട്. ഇടതുപക്ഷത്തിന്റെ കൈ കൊണ്ടുവെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഗവൺമെന്റിന്റെ കാലതാമസത്തെ അതിജീവിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതല്ലേ ചോദ്യം. നമുക്ക് ഈ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റുമോ? കണ്ടല്ലോ, പിരിച്ചെടുത്ത പണം ഒരു വിഹിതം കേരളത്തിലെ മാപ്രകൾക്ക് കൂടി കൊടുത്താൽ രാവിലെയും വൈകുന്നേരവും 10 പൈസയുടെ പണിയെടുത്തില്ലെങ്കിലും നാവ് കൊണ്ട് ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് മുന്നിൽ കൃത്യമായിട്ട് അവരെത്തും. മുതലാളിക്ക് മാസപ്പടി കിട്ടിയാൽ മതിയല്ലോ. എന്ത് വിടുവായത്തരവും കേരളത്തെ കേൾപ്പിക്കും. അങ്ങനെയാണ് ദുരന്ത ബാധിതരെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ 30 വീട് പ്രഖ്യാപിച്ചതിന് ശേഷം ആ പ്രഖ്യാപനത്തിന്റെ പുറത്തിരുന്നിട്ട് അതിന്റെ പണി ചെയ്യുന്നവരെയൊക്കെ പരിഹസിച്ചത്. ഇന്നിപ്പോ വീട് യാഥാർത്ഥ്യമായി. ഈ ഡയലോഗ് അടിച്ചവന്മാർ, ഈ വിടുവായത്തരങ്ങൾ മുഴുവൻ പറഞ്ഞവർ, ഈ അലവലാതിത്തരം മുഴുവൻ ഈ മാധ്യമക്കോലുകളിലൂടെ വിളിച്ചു പറഞ്ഞവർ ഇന്നിപ്പോ എന്തായി? അന്നിവർ പരിഹസിച്ചവർ ആക്ഷേപിച്ച സംവിധാനം, അതായത് സർക്കാർ കൊടുത്ത വാക്ക് എന്തായി? നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിയുന്നില്ലേ? ഇതാണ് കേരളത്തിൽ പല കാര്യങ്ങളിലും നടക്കുന്നത്. രാവിലെയും വൈകുന്നേരവും മൈക്കിന്റെ കോലുകൾക്ക് മുന്നിൽ പുട്ടിയിട്ട് വരും ഡയലോഗ് അടിക്കാൻ. അല്ലാതെ കേരളത്തിന് വേണ്ടിയോ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ ഡയലോഗ് അടിക്കുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യരോട് അനുകമ്പയുണ്ടായിരുന്നെങ്കിൽ, അവരോട് സഹാനുഭൂതി ഉണ്ടായിരുന്നെങ്കിൽ, ഇവർ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത്, അവർ ആ പണം തട്ടിക്കും എന്ന് പ്രചരിപ്പിച്ചതിന് ശേഷം സ്വന്തം നിലയ്ക്ക് പിരിവെടുത്തവരാണ്. ആദ്യം ഒരു വീട് വെച്ച് മാതൃക കാട്ടിയിട്ട് ഞങ്ങൾ ചെയ്തത് കണ്ടോ പിണറായി എന്ന് പറഞ്ഞാൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു. പക്ഷേ പിണറായി സാധാരണക്കാരെക്കുറിച്ചും ആ പാവപ്പെട്ട മനുഷ്യരെ മുൻനിർത്തിക്കൊണ്ട് ദുരിതാശ്വാസ നിധിയിൽ ലീഗും കോൺഗ്രസും സുഡാപ്പികളും സംഘികളും ഉൾപ്പെടുന്നവർ പണം കൊടുക്കാതെ ഈ നാടിനെ സ്നേഹിക്കുന്ന ആ മനുഷ്യരുടെ ദുരന്തത്തെക്കുറിച്ച് മനസ്സിലാക്കി ആ മനുഷ്യർ പെട്ടുപോയ ദുരന്തത്തിൽ നിന്ന് തിരികെ പിടിക്കാൻ ഈ നാടിനെ സ്നേഹിക്കുന്ന ആ മനുഷ്യരെ സ്നേഹിക്കുന്നവർ ഒരുമിച്ച് നിന്ന് ഇങ്ങനെ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കിയപ്പോൾ മാറി നിന്ന് ഇവർ ചെയ്ത പ്രവർത്തനങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് കൽപ്പറ്റ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കി. ഈ ഡയലോഗ് അടിച്ചവന്മാർ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ചെറുവിരൽ അനക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതാണ് നാട് തിരിച്ചറിയേണ്ടത്. ചെയ്യുന്നവരെ പരിഹസിക്കുക, ആക്ഷേപിക്കുക, കുറ്റം പറയുക. എന്നിട്ട് നിങ്ങളോ, നമുക്കിതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഞങ്ങൾ പിരിവെടുത്ത് വ്യഭിചാരവും ഗർഭചിത്രവുമായിട്ട് നടക്കുന്ന ഇവരൊക്കെ പറയുന്നതാണോ കേരളം വിശ്വസിക്കേണ്ടത്? കൊടുത്ത വാക്കുകൾ അല്ലെങ്കിൽ പ്രഖ്യാപിച്ച ഓരോ കാര്യങ്ങളും ചെയ്ത് തീർക്കുന്നവരെ രാവിലെയും വൈകുന്നേരവും പുട്ടിയിട്ട് വന്ന് ഈ വിടുവായത്തരം പറയുന്നവന്മാരെ കേരള രാഷ്ട്രീയത്തിൽ അടുപ്പിക്കേണ്ടതുണ്ടോ? ചിന്തിച്ചു നോക്കൂ. വാക്കിനല്ലേ വില കൽപ്പിക്കേണ്ടത്? ഇവർ പറഞ്ഞ വാക്കുകളും പരിഹാസങ്ങളും ഇന്നിപ്പോൾ എന്തായി മാറിയിരിക്കുന്നു? അപ്പോൾ ആധികാരികമായി കേരളത്തിലെ ജനങ്ങളോട് എന്ത് വിടുവായത്തരം പറഞ്ഞാലും അവർ വിശ്വസിച്ചോളും. അത്ര കഴുതകളാണെന്ന് ഇവർ കരുതിയിരിക്കുകയാണ്. അത് കേരളം തിരിച്ചറിയണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്ക് ഗവൺമെന്റിന്റെ കാലതാമസത്തെ അതിജീവിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതല്ലേ ചോദ്യം. നമുക്ക് ഈ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റുമോ? ഈ കൊടുത്ത ഡിവൈഎഫ്ഐ കൊടുത്ത 20 കോടി ഉണ്ടല്ലോ, അത് മറ്റൊരു തരത്തിൽ പാർട്ടി അക്കൗണ്ടിലേക്ക് 40-50 കോടിയായിട്ട് തിരിച്ചു വരുമെന്നുള്ള ആരോപണം ആണിന്ന് നിലവിലുള്ളത്. അത് ഞങ്ങൾ വീണ്ടും ഉന്നയിക്കും. 180 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഇന്ന് വരെ നിർമ്മിച്ചു കൊടുത്ത ഒറ്റ വീടിന്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? അല്ല, ഒരു മേശിരിയും ഒരു മേസ്തിരിയും ഒരു ഹെൽപ്പറും വന്നിട്ടല്ലല്ലോ ഈ 400 വീട് പണിയുന്നത്, അല്ലേ? ഊരാളെങ്കിൽ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ വീടെല്ലാം നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഊരാളെങ്കിൽ ഇത് കൊണ്ടുപോയത്, ഈ പണം മുഴുവൻ കൊണ്ടുപോയത്, അല്ലേ? പണം ഊരാളെങ്കിൽ ആരുടെയാണെന്നും ഞാൻ പറയണ്ടല്ലോ. ഊരാളെങ്കിൽ ഇത് മുഴുവൻ കൊണ്ടുപോയത് ഞങ്ങൾക്ക് ഇതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാ. അപ്പൊ അങ്ങ് പറയുന്നത് വെച്ച് നോക്കുമ്പം രാവിലെ ആകുമ്പോ 8 മണിയാകുമ്പം ഒരു മേസ്തിരിയും ഒരു ഹെൽപ്പറും വരുന്നു,
രാവിലെ അവർ തന്നെ ഈ മണ്ണ് കുഴയ്ക്കുന്നു, അവർ തന്നെ കല്ലെടുത്ത് വെക്കുന്നു, പിന്നെ അവർ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ പോകുന്നു, പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഈ രണ്ടുപേരും തന്നെ. അതായത് ഇപ്പൊ ഞാൻ സർക്കാർ പറഞ്ഞതുപോലെ ഒരു സമയം പറയാനില്ല. സർക്കാർ പറഞ്ഞത് 6 മാസം കൊണ്ട് വീട് പണിയുന്ന. ഇപ്പൊ 1.5 കൊല്ലായില്ലേ, ഒരു വീട് പോലും പൂർത്തീകരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് സർക്കാരിനെ പോലെ വെറും വാക്ക് പറയാൻ പറ്റില്ല. വയനാട് സർക്കാർ പണിയുമെന്ന് അവകാശപ്പെടുന്ന വീടിന് എത്ര ലക്ഷം രൂപയാണെന്നറിയാമോ? 20 ലക്ഷം രൂപയാണ്. ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്. എന്താണ് എർത്ത്ക്വേക്ക് റെസിസ്റ്റന്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പണിയുന്ന റെസിസ്റ്റന്റോട് കൂടിയ വീടുകളിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്നും അതിന്റെ ഡിസൈൻ എന്നുള്ള ഒരു കൃത്യമായ ധാരണ എനിക്കുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു 8 ലക്ഷം രൂപയിൽ നിന്ന് 12 ലക്ഷം രൂപ കൂടുതൽ മുടക്കേണ്ട സാഹചര്യം അങ്ങനെ ഒരു വീടിനില്ല എന്ന് ഞാൻ വളരെ ആധികാരികമായിട്ട് പറയാൻ ആഗ്രഹിക്കുക. കാര്യമായ ഒരു കാര്യം കൂടെ പറഞ്ഞല്ലോ, സ്വകാര്യമായ ഒരു കാര്യം ചാനലിലൂടെ പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ, എങ്കിലും പറയാം. ശ്രീ രാഹുൽ ഗാന്ധിയോട് ഞങ്ങൾ ആ റെസ്പോൺസിബിലിറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മാൻകൈൻഡാണ്. അദ്ദേഹം ചോദിച്ചു, ആർ യു ഷുവർ അബൌട്ട് ദിസ്? നിങ്ങൾക്ക് ഇത്രയും പണം, ഒരു യുവജന സംഘടന ഇത്രയും പണം കണ്ടെത്തി തരുമോ? കാരണം പാരന്റ് ബോഡി 100 വീട് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പം ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ആകെ വീട് പ്രഖ്യാപിച്ചത് ഡിവൈഎഫ്ഐ ആണ്, CPM-ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. ഞങ്ങളുടെ അവസ്ഥ അതല്ല. ഞങ്ങളുടെ അവസ്ഥ, കോൺഗ്രസ് 100 പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങൾ 30 പ്രഖ്യാപിച്ചിട്ടുണ്ട്, പിന്നെ മറ്റ് സർക്കാരുകൾ, കോൺഗ്രസ് സർക്കാരുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ പറഞ്ഞു, വി ആർ കോൺഫിഡന്റ് ഇനഫ്, വി വിൽ ഡു ദാറ്റ്. അന്നേരം ഞാനും ശ്രീ അബിൻ വർക്കിയും ഞങ്ങളുടെ മറ്റൊരു ഉപാധ്യക്ഷനായ OJ ജനീഷുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി KC വേണുഗോപാലിനോട് ചോദിച്ചു, അദ്ദേഹത്തിനോട് പറഞ്ഞത്, ഇഫ് ദേ ആർ അണേബിൾ ടു കൺസ്ട്രക്ട് ഹൗസ് ഫോർ വയനാട് പീപ്പിൾ, I will take their homes now. We felt that we don't have to give money to the state government. It's important for us to provide help for the victims, and we are building our own houses, whether it's IUML or Congress Party, and we are all contributing to that. Everybody has raised funds, contributed to different aspects of relief work and rehabilitation work, and I think that's fine.